ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഒരു ഔട്ടിംഗ് വീഡിയോ ആണ്. ഞാൻ ബേബീനെ ഒന്ന് ജില്ലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വെച്ചു. എവിടെയാണ് പോകുന്നതെന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടില്ല. ബട്ട് അരവിന്ദും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവനും കൂടി ഒന്ന് കയറിയിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് പ്ലാൻ ചെയ്ത് പോകാമെന്ന് വെച്ചു. നൈനു ബേബി ആണെങ്കിൽ കുടയൊക്കെ പിടിച്ച് വലിയ ആളായിട്ട് അവിടെ നിൽക്കാം. ഞങ്ങൾ വേഗം തന്നെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി. മാമനില്ലേ? എവിടെന്നാ വരും മാമൻ? നോക്കി പറ, എവിടെ മാമൻ? ആരാണ്? അങ്ങനെ കാറിൽ കയറി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നൈനു ബേബി നന്നായിട്ട് ഉറങ്ങിപ്പോയി. ഞങ്ങൾക്ക് അവിടെ നിന്ന് അൽക്കോറിന് ദോഹ വരെ എത്താനായിട്ടൊരു 1 hour ട്രാവലൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഡിക്രൂമാനും നന്ദുവും ആഷിക്കൊക്കെ അവിടെ തന്നെ നമ്മൾ വന്ന സ്ഥലത്ത് വന്ന് കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ആർച്ച് പോലെ നിങ്ങൾ കാണുന്നില്ലേ? ഇത് തിരിച്ചു വരുമ്പോഴും ഞാനിതിൻ്റെ വീഡിയോ കാണിക്കാവേ. ഇത് കണ്ടാൽ നമുക്ക് ഇതിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നൂല, പക്ഷെ തിരിച്ചു വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ ദോഹയൊക്കെ എത്തി. ദോഹയിലൊക്കെ എത്തുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നല്ല വലിയ വലിയ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതൊക്കെ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് ആണ്. പലത് ഓരോ ബിൽഡിങ്സിനും ഓരോ ഇതിനും അതിൻ്റേതായ ഒരു പ്രത്യേക ഭംഗിയും ഇവരുടേതായ ഒരു സ്റ്റൈൽസൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു ഫോട്ടോ കാണാമല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഖത്തറിൻ്റെ എമിർ എന്ന് പറയുന്നത്. ആളുടെ പേര് വരുന്നത് തമിർ ബിൻ ഹമദ് അൽ തനി എന്നാണ്. അത്യാവശ്യം വലിയ പേരാണ് കേട്ടോ. 2013 മുതലാണ് ആളിവിടെ ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ ഖത്തർ ഡെവലപ്മെൻറ്റ്സിന് വലിയൊരു റോളൊക്കെ ഉണ്ട്. ആൻഡ് ഞാൻ നോക്കുമ്പോൾ കുറേ കടയിലൊക്കെ ആളുടെ പടം കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, ബിക്കോസ് എനിക്ക് തോന്നുന്നു ദേ റെസ്പെക്ട് ഹിം, ദാറ്റ്സ് വൈ ഇങ്ങനെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരാളും കൂടി വണ്ടിയിൽ കയറും. അപ്പോൾ ആ ആളെ പിക്ക് ചെയ്തു ഒരു സ്ഥലത്തുനിന്ന്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഷെറാട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് ഇവിടെ ഖത്തറിൽ. അപ്പോൾ അവിടെ അവരുടെ തന്നെ ഒരു മിനി പാർക്ക് കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് കളിക്കാം, നൈനുവിന് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യാൻ പോണേ? അവളോട് ചോദിക്കട്ടെ. നൈനു ഇങ്ങോട്ട് വാ, വാ, ഇവിടെ ഇരുന്നോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ പാർക്കാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഇവിടെ അത്യാവശ്യം അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മിക്ക കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അവൾ അവളുടേതായ രീതിയിൽ നല്ലപോലെ എൻജോയ് ചെയ്തു. നൈനു, നൈനു, കൊടുക്ക, നൈനു എറിഞ്ഞു കൊടുക്ക. കാലും കൊണ്ട് തട്ട്, കാലും കൊണ്ട് തട്ട്, കാലും കൊണ്ട്.
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഹോട്ടലിലൊക്കെ ലൈറ്റൊക്കെ തെളിഞ്ഞു. അവിടെയുള്ള മിക്ക സ്ഥലത്തും ഇപ്പോൾ ബിൽഡിങ്സൊക്കെ നമ്മൾ വന്നപ്പോൾ കണ്ടതാണ്. അവിടെയൊക്കെ ലൈറ്റ് വന്നപ്പോൾ വേറൊരു സിറ്റി ആയിട്ട് മാറി അവിടെ. ആൻഡ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു വേറൊരു സ്ഥലത്ത് പോകാമെന്ന് വെച്ചു അവളെയും കൊണ്ട്. പിന്നെ ജസ്റ്റ് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ നേരെ വിട്ടു. ഞങ്ങൾ പിന്നെ ഓൾഡ് ദോഹ പോർട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അവിടെ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഏകദേശം ഞങ്ങളിപ്പോൾ എത്താറായി. അവിടെ ഇങ്ങനെ വലിയ ഷിപ്പ് കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ അവിടെ ചെന്നപ്പോൾ 2 ഷിപ്പ് കണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഇത്ര അടുത്ത് നല്ലൊരു വ്യൂവിൽ ഇതുവരെ ഷിപ്പൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാണ് എത്തിയ പ്ലേസ്. മിന പോർട്ട് എന്നൊക്കെ പറയും. ആൻഡ് ഇവിടെ ഇങ്ങനെ കുറേ ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടി നടക്കാം, വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും എനിക്കതിൽ തോന്നിയിരുന്നില്ല. കുറേ കടകൾ കാര്യങ്ങൾ അന്ന് നമ്മൾ സൂപ്പ് വാക്കിഫിലോ പോയപ്പോൾ കണ്ട പോലത്തെ രീതിയിൽ തന്നെയായിരുന്നു. അവിടെ വെച്ചിട്ടൊരു കുട്ടീനെ കണ്ടായിരുന്നു, നൈനു ബേബി ആരെയും വിടാറില്ല. എന്നിട്ട് ആ വാവേനെ കണ്ടിട്ട് ആ കുട്ടീനെ ഹഗ് ചെയ്തിട്ട് ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെയായിരുന്നു. പക്ഷെ അതിൻ്റെ അമ്മ വന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് ഓടിക്കളയലായിരുന്നു. നൈനു ബേബി എന്നിട്ട് അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഭയങ്കര കാര്യത്തിലായിരുന്നു. ഇത് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റാണ് ഈ കാണുന്നത്. ഓൾസോ ഈസ് എൻ റെസ്റ്റോറൻറ്റ്. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈൻസ് തന്നെ കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഫിഷ് മാർക്കറ്റിനുള്ളിൽ കയറിയിട്ട് നോക്കാം. ഫിഷ് മാർക്കറ്റാണെന്നും പറഞ്ഞാണ് കയറിയത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതൊരു ഫിഷ് മാർക്കറ്റ് തന്നെയാണോ എന്ന് വരെയും തോന്നിപ്പോയി. കാരണം അതേപോലത്തെ ഡിസൈൻസും ആ ഗ്ലാസ് വർക്കൊക്കെ കണ്ടോ, അവിടെ കൊടുത്തേക്കുന്ന പെയിൻറ്റിങ്സ് കാര്യങ്ങൾ അത്രയും ക്ലീൻ ആൻഡ് ക്ലിയർ ആണ് കേട്ടോ അവിടെ. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അത്യാവശ്യം നല്ല മീൻ, അയില, ചെമ്മീൻ, അതൊക്കെ അങ്ങനെ കുറേ മീനുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. പക്ഷെ ഞങ്ങൾ അത് ക്യാരി ചെയ്ത് നടക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വാങ്ങിയില്ല. നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ആ ഫിഷ് മാർക്കറ്റ് ഒത്തിരി ഇഷ്ടമായി. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഫിഷ് മാർക്കറ്റേ അല്ല. ഇതൊരു അടിപൊളിയായിരുന്നു കാണാൻ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ക്ലീൻ ആയിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ഫിഷ് മാർക്കറ്റിന്റെ പുറത്തേക്ക് പോകുമ്പോൾ ഷിപ്പ്, അതൊക്കെ നല്ലൊരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ഒത്തിരി ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഫിഷും കണ്ട, സ്റ്റാർ ഫിഷ്, അങ്ങനെ ഒരു കുട്ടീനെ നിർത്തിയിട്ട് കാണിക്കുന്ന ഓരോ പെയിൻറ്റിങ്സൊക്കെ കണ്ടോ. അതേപോലെ തന്നെ പല സ്ഥലത്തും ഓരോരോ ടൈപ്പ് എനിക്ക് പെയിൻറ്റിങ്സിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത കാരണം എനിക്കത് നോക്കിയാൽ വലിയ കാര്യത്തിലൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇതാട്ടോ ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞ ഒരു ആർച്ച് കാണിച്ചു തരാമെന്നുള്ള അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ. പകൽ കണ്ടാൽ നമുക്ക് ഇത്ര ഒരു സെറ്റപ്പ് ഇതിലുണ്ടെന്ന് തന്നെ തോന്നൂല. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.